സോഷ്യൽ മീഡിയയിൽ കടുത്ത സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്ന യുവനടനാണ് മാധവ് സുരേഷ്. മാധവ് എന്തു പറഞ്ഞാലും ട്രോളും കുറ്റപ്പെടുത്തലും വരുന്ന സാഹചര്യം. ഈ അടുത്ത് റിവ്യൂവർ അശ്വൻ ഗോഗ് മാധവനെ മോശം ഭാഷയിൽ അധിക്ഷേപിച്ചിരുന്നു. അംഗം അട്ടഹാസം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രശ്നം. അപ്പോഴും മാധവനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ കമന്റുകളും പറഞ്ഞത്. ഇപ്പോഴത്തെ മാധവ് സുരേഷിനെയും സഹോദരൻ ഗോകുൽ സുരേഷിനെയും അനുകൂലിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. മാധവനെ മാത്രമല്ല കുറേ നാൾ ഗോകുലിനെ വേട്ടയാടി. പാവം കുട്ടിയായതുകൊണ്ട് അവൻ ഒതുങ്ങി. മാധവ് വേറൊരു ക്യാരക്ടറാണ്. ഗോകുലിനെ പോലെ അത്രയും ഒതുങ്ങി നിൽക്കുന്ന കുട്ടിയല്ല. ആ കുടുംബത്തെ എത്രയോ വർഷങ്ങളായി അറിയാം. അതുകൊണ്ടാണ് അന്നൊരു പെൺകുട്ടി വിഷയം വന്നപ്പോൾ പോലും ഞാൻ സുരേഷ് ഗോപിക്കൊപ്പം നിന്നത്. സുരേഷ് ഗോപി ഇമോഷണലാണ്. കലാകാരന്മാർ അങ്ങനെ ആയിരിക്കും. സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനാകരുതെന്ന് പണ്ടും ഇപ്പോഴും ഞാൻ തന്നെ പറയും. മാധവ് പാവമാണ്. പാവം കുട്ടികളാണ് അവരെല്ലാം. ഒരു സിനിമ ചെയ്യണമെന്ന് മാധവന് ആഗ്രഹിച്ചുകൂടെ? ഇവിടെ എത്രയോ ആളുകളുടെ സിനിമകൾ വരുന്നു. പലരുടെയും അഭിനയവും കഥയും മോശമാകുന്നുണ്ട്. അവനെയൊന്ന് ഇങ്ങനെ വലിച്ചിട്ട് കീറാതെ ഈയൊരു വ്യക്തിയെ മാത്രം ഉന്നം വയ്ക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ മകനായത് കൊണ്ടാണോ എന്ന് സ്വാഭാവികമായി ചിന്തിക്കും. ആ കുട്ടി ഒരു നിമിഷമെങ്കിലും ഞാൻ എന്തിനാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്ന് ചോദിക്കും. എന്നെ എല്ലാവരും ഇങ്ങനെ വേട്ടയാടുന്നു എന്ന് രാധയെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. രാധിക എത്ര വിഷമിച്ചിട്ടുണ്ടാകും. അമ്മ എന്ന നിലയിൽ അവർ കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതല്ലേ? അച്ഛൻ അവിടെ ഇരിക്കട്ടെ. ഒന്നിനും വരാത്ത പാവം പിടിച്ച അമ്മയുണ്ട് ആ വീട്ടിൽ. അവരുടെ മക്കളെ ക്രൂശിക്കുമ്പോൾ അവർക്ക് വേദനയ്ക്കില്ലേ? നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ചില മാനുഷിക മൂല്യങ്ങൾ നമ്മൾ കൈവിടരുത്. മനോഹരമായി വിമർശിക്കാം. അപരാധം എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒരാളെ അപമാനിച്ച് നാട് വിട്ട് ഓടിക്കുന്നത് പോലെയാണെന്നും ഭാഗ്യലക്ഷ്മി തുറന്നു പറയുന്നു.